ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാട്ടുകാർക്കെല്ലാം പ്രതാപേട്ടനെ എന്തു മതിപ്പാണെന്നറിയോ? എല്ലാവർക്കും ബഹുമാനം അവനെ. ഞങ്ങളുടെ ഡാൻസ് ടീച്ചർക്ക് പ്രതാപേട്ടൻ ഒരു ആദർശ പുരുഷനാ. മതി മതി പ്രതാപ പുരാണം. പോയി അവനവന്റെ കാര്യം നോക്ക്. ചെല്ല്. അതെന്തിനാ? ഒന്നാന്തരം പാട്ടുകാരൻ ഇവിടെ ഇല്ലേ? പ്രതാപൻ പാടുമായിരുന്നല്ലോ. അയ്യോ, ഞാനങ്ങനെ പ്രൊഫഷണൽ സിംഗറൊന്നുമല്ല സാർ. ആണെന്ന് ആര് പറഞ്ഞു? നീ ഒന്നാന്തരമായിട്ട് പാടുവെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രതാപന്റെ പാട്ട് കേട്ടവർക്ക് അതിന്റെ സുഖം അറിയൂ. എന്തായാലും നമ്മളിപ്പോ ശിവദാസിനെ വിളിച്ചു പോയില്ലേ? എങ്കി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഈ കമ്മിറ്റിക്ക് ഒരു ബ്രേക്ക് കൊടുത്താലോ? നല്ല കാര്യം. എ ഷോർട്ട് ബ്രേക്ക്. പ്രതാപേട്ടൻ എന്നോട് ദേഷ്യമാണോ? ദേഷ്യോ? എനിക്ക് പത്മയോട് ദേഷ്യമായിരുന്നെങ്കിൽ ഞാൻ പത്മയെ നോക്കി ചിരിക്കുമായിരുന്നോ? ഞാൻ പ്രതാപേട്ടനെ പലപ്പോഴും വാക്കുകളുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. എന്താ ഇത് പത്മേ? അതൊക്കെ പോട്ടെ, ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാലും അതൊക്കെ വിട്ടുകളെ. ഇനി ആ കാര്യം പറയേ വേണ്ട. എനിക്ക് വേറെ കുറച്ച് ജോലി തിരക്കുണ്ട്. പ്രതാപേട്ട നിക്ക്. ഞാനൊരു കാര്യം ചോദിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പ്രതാപേട്ടൻ പാടോ? അപ്പോ പത്മ അതൊക്കെ മറന്നുപോയോ? വളരെ ചെറുപ്പത്തിൽ എന്റെ പാട്ടിന്റെ താളത്തിലാ ഈ തമ്പുരാട്ടി നൃത്തച്ചുവടുകൾ വെച്ച് പഠിച്ചത്. അയ്യോ, അതൊക്കെ ഞാൻ മറന്നുപോയി പ്രതാപേട്ട. കുട്ടിക്കാലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ല. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് ചില നല്ല ഓർമ്മകൾ. എനിക്ക് പ്രതാപേട്ടന്റെ പാട്ടൊന്ന് കേൾക്കണം. അയ്യോ, എന്തായാലും ഇന്ന് പറ്റില്ല. പിന്നെന്ന് പറ്റും? പാട്ടുപാടാൻ ഒരു മൂടൊക്കെ വേണ്ടേ? അടുത്ത ദിവസം ആവട്ടെ. പ്രതാപന് പോകാറായില്ലേ? പോവാ. നിനക്ക് ആഹാരമൊന്നും കഴിക്കണ്ടേ? കഴിക്കണം. എന്നാവാ. സാറേ, അല്ല, എന്തോ കേസ് കേട്ടാണല്ലോ. സാറേ, അടിയനൊരു സങ്കടം പറയാനാ വന്നേ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ കൃത്യമായിട്ട് ആളെ മനസ്സിലാവുന്നില്ലല്ലോ. സാറേ, ഇത് നമ്മുടെ പനപ്പറമ്പിലെ ഭാസ്കരന്റെ ഭാര്യ. ഭാസ്കരൻ എന്ന് പറയുന്നത്? അത് തന്നെ, നമ്മുടെ കൂപ്പിലെ പണിക്കാരൻ. ആ, ഓ മനസ്സിലായി മനസ്സിലായി. എന്താ നിന്റെ പേര്? ശാരദ. പറയൂ ശാരദേ, എന്താ ഇയാളുടെ സങ്കടം? തമ്പുരാനെ, ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി എന്റെ താലിമാല പൊട്ടിച്ചോണ്ട് പോയി. കള്ളം കേറിയെന്നോ? പാണ്ഡവപ്പാറയിൽ ആദ്യമായിട്ടാണല്ലോ. ഇവിടെ കള്ളന്മാരേ ഇല്ല. മോഷ്ടിച്ചത് ആരാണെന്ന് വല്ല സംശയമുണ്ടോ? സംശയിക്കാൻ അങ്ങനെ ആരുമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാലോ? ഈ പാണ്ഡവപ്പാറയിലെ പോലീസും പട്ടാളമൊക്കെ നമ്മൾ തന്നെയല്ലേ? ആകെയുള്ള ഒരു തരി പൊന്ന, ബാക്കിയൊക്കെ രോഗവും ദുരിതവും കൊണ്ട് വിറ്റു. മാത്രമല്ല അതൊരു കെട്ടുതാലിയല്ലേ. പ്രതാപ, ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? എങ്ങനെ ഈ കള്ളനെ പിടികൂടും? ഒട്ടും പേടിക്കണ്ട, എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. വൈകിട്ട് 6 മണിക്കുള്ളിൽ മോഷ്ടിച്ച സാധനം എന്തായാലും ആ മോഷണ വസ്തുവായി കള്ളൻ ഈ തറവാട്ട് മുറ്റത്ത് വന്നിരിക്കും. എന്തൊരു കോൺഫിഡൻസ് ആമേ. ധൈര്യമായിട്ട് പൊക്കോളൂ. പ്രതാപൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. പൊക്കോളൂ. ശരി തമ്പ്ര, പോയിട്ട് വരാം. എന്നാലും എന്റെ മനസ്സിൽ എന്ത് കണ്ടിട്ടാ ഈ പ്രതാപൻ അവർക്ക് വാക്കുകൊടുത്തത്?
അല്ലമ്മേ, പറഞ്ഞതുപോലെ പ്രതാപേട്ടൻ കള്ളനെ പിടികൂടുവോ? കള്ളനെ പിടികൂടാൻ അവനാരാ, പോലീസോ? അവൻ വിചാരിച്ച അവിടുന്ന് കളവ് പോയ താലിമാല തിരികെ വരാൻ പോകുന്നോ? കട്ടവൻ അതുകൊണ്ട് ഇപ്പൊ പമ്പ കടന്ന് കാണും. അവനെ മഷി ഇട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. പിന്നെ ഇതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് നിന്റെ അച്ഛൻ ചോദിച്ചപ്പോ എല്ലാവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടി പ്രതാപനൊരു ബെഡായി അടിച്ചതാ ആ കേട്ടത്. മാലയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ഏത് മണ്ടനും അറിയാം. എന്റെ ആങ്ങളെ ആയതുകൊണ്ടേ ഞാൻ പ്രതാപനെ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കരുത്. പ്രതാപനെ വളരെയേറെ ബുദ്ധിയുള്ള ഒരാളാ. അവൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും എന്ന് വേണ്ട എല്ലാ ഭാഷയിലെ പുസ്തകങ്ങളും അവൻ വായിച്ചിട്ടുണ്ട്. ശരിയാ, പ്രതാപേട്ടൻ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. എപ്പോഴും ഒരു പുസ്തകം കയ്യിൽ കാണും. എന്നെ ക്ലാസ്സിൽ കൊണ്ടുവിട്ട പ്രതാപേട്ടൻ പിന്നെ വെറുതെ ഇരിക്കില്ല. അപ്പോഴേ എടുക്കും അടുത്ത പുസ്തകം. ഇവിടുത്തെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മുഴുവനും അവൻ വായിച്ചു തീർത്തിട്ടുണ്ട്. എങ്ങനെ ഇത്രയും പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും? എനിക്കാണെങ്കില് ഒരു പുസ്തകം കയ്യിലെടുത്ത് 2 പേജ് വായിക്കുമ്പോഴേക്കും ഉറക്കം വരും. പത്മാവതി കുഞ്ഞ് 2 പേജെങ്കിലും വായിക്കുമല്ലോ. ഓ, എനിക്കാണെങ്കിൽ പുസ്തകം തുറക്കുമ്പോഴേ കോട്ടുവാ വരും. പിന്നെ പ്രതാപൻ പുസ്തകം വായിക്കാൻ മാത്രമല്ല ചെയ്യുന്നേ, അത് മനപ്പാടമാക്കും. വളരെ ഇന്റലിജന്റ് അവൻ. എനിക്ക് അടുത്ത സമയത്താ പ്രതാപേട്ടനെ കുറിച്ച് പലതും അറിയാൻ കഴിഞ്ഞ്. നാട്ടുകാർക്കെല്ലാം പ്രതാപേട്ടനെ എന്തു മതിപ്പാണെന്നറിയോ? എല്ലാവർക്കും ബഹുമാനം അവനെ. ഞങ്ങളുടെ ഡാൻസ് ടീച്ചർക്ക് പ്രതാപേട്ടൻ ഒരു ആദർശ പുരുഷനാ. മതി മതി പ്രതാപ പുരാണം. പോയി അവനവന്റെ കാര്യം നോക്ക്. ചെല്ല്. നീ ഇതുവരെ ഡ്രസ്സ് മടക്കി തീർന്നില്ലേ? 2 ഡ്രസ് കൂടി ബാക്കിയുണ്ട്. മടക്കി വെച്ചാ മാത്രം പോരാ, അയൺ ചെയ്യാനുള്ളത് അയൺ ചെയ്യണം. ബാക്കി തുണികളെല്ലാം അലക്കിടാൻ നോക്ക്. ശരി. ചെല്ല്. വേണ്ടമ്മേ,